ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ജഗദീശ്വരൻ, അള്ളാഹു, യഹോവ, പരബ്രഹ്മം, എന്തു വേണമെങ്കിലും നീ ഉച്ചരിച്ചോളൂ, അത് ഞാൻ തന്നെയാണ് എന്ന് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ചെറിയ കലാകാരനാണ് ഞാൻ. അതുകൊണ്ട് പല ദോഷങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അതിന് യാതൊരു കുഴപ്പമില്ല. ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ പൂർണ്ണമായിട്ട് പല സ്ഥലത്തും തേടി, പല സ്ഥലത്തും ഇപ്പോഴും തേടുന്നുണ്ട്. അറിവ് കുറവുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ അല്പമൊക്കെ ഭയം കൊണ്ട് തുറന്നു പറയാൻ വിഷമിക്കുന്ന ഒരു ജീവിയാണ് നിങ്ങളുടെ യേശുദാസ്. അത് പറഞ്ഞാൽ എന്നെയും മഹാത്മാക്കളെപ്പോലെ ക്രൂശിതനാകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷെ പറയേണ്ടി വന്നാൽ പറയാണ്ടിരിക്കാൻ വയ്യ. പക്ഷെ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം മഹാത്മാക്കൾ ധൈര്യമായിട്ട് ഇനി പറയാൻ തുടങ്ങണം എന്നൊരു തീരുമാനം എടുത്തുകൊണ്ടായിരിക്കണം പല സ്ഥലത്തെയും മഹത്തുക്കൾ ഒത്തൊരുമിച്ചുകൊണ്ട്, പല ജാതിയിലുള്ള മഹത്തുക്കൾ ഒത്തൊരുമിച്ചുകൊണ്ട് നമുക്കിനി ഇങ്ങനെ പോയാൽ പറ്റില്ല, ഈ ലോകത്തെ സംരക്ഷിക്കണമെങ്കിൽ ഈ ലോകത്തുള്ള ജനങ്ങളെ എല്ലാവരെയും ഒത്തൊരുമിച്ച് സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട കടമ നമുക്കുണ്ട്. അല്ലെങ്കിൽ അത് മഹാപാപമായി തീരും എന്നുള്ളത് കൊണ്ടായിരിക്കണം മഹത്തുക്കളായ നല്ല ആളുകൾ ഇവിടെ ഉണരുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ഇനിയും കുറച്ച് ഭാവിയും സമാധാനവും ലഭ്യമാകും എന്നുള്ളതാണ് തോന്നിയിട്ടാണ് അടിയനും ഇതിനകത്ത് രണ്ട് വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. സൗദി റൂളറിൻ്റെ സ്വന്തം അഭിപ്രായത്തിലും സ്വന്തം ആഗ്രഹത്തിലും ഈ ലോകത്ത് സമാധാനം വേണം എന്ന് ആഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ ആ പുണ്യ മനസ്സിൽ അത് തോന്നിയതിന് തന്നെ കാരണക്കാരൻ ജഗദീശ്വരനാണ്, അല്ലെങ്കിൽ അള്ളാഹു, അല്ലെങ്കിൽ പരബ്രഹ്മം, അല്ലെങ്കിൽ യഹോവ. ആ ഒരു തീരുമാനം അദ്ദേഹത്തിന് കിട്ടിയത് തന്നെ, ആ ശക്തി അവിടെ നിന്നാണെങ്കിലും ആ ശക്തിക്ക് ഒരാൾ വേണമല്ലോ. അതിൻ്റെ കൂടെ ചേർന്ന് മറ്റ് പല വ്യക്തികളും അതിനോട് യോജിക്കാനും അതിനോട് സംഘടിച്ച് ഇത് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ സന്മനസ്സിനെ തീർച്ചയായിട്ടും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ലോകത്തുള്ളു ധാരാളം. പക്ഷെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പക്ഷെ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ത്യാഗമനോഭാവത്തോടു കൂടി ഈ സംരംഭത്തിനെ അങ്ങേയറ്റം മനസ്സുകൊണ്ട് ഇത് വരണം എന്നുള്ള പ്രാർത്ഥന ജഗദീശ്വരനെ അർപ്പിച്ചുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കണം. അക്കൂട്ടത്തിൽ ഒരു ചെറിയ അംശം അംഗമായ, ഈ ലോകത്തിലെ ഒരു ചെറിയ പൊടി അംഗമായ ഞാനും ഉൾപ്പെട്ട് ഇരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അവരെന്നോട് വന്ന് പറഞ്ഞപ്പോഴെനിക്ക് വലിയ സന്തോഷമായി. കാരണം എൻ്റെ കഴിവിനോ അല്ലെങ്കിൽ എന്നെ ഇത് ചെയ്യാനോ അല്ല, ഇതിൽ ബന്ധമുണ്ടാകുക, നിനക്കും ഇതിനകത്തൊരു അംശമുണ്ട്, നിനക്കിനോട് സ്നേഹമുണ്ട്, ഇതിനോട് ഇതുപോലെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണെന്നുള്ള അവരറിഞ്ഞതിന് ഞാൻ എൻ്റെ നന്ദി പറയുന്നു. എന്നെ സ്നേഹിച്ച എല്ലാവരും, നാം എല്ലാവരും ഒരിടത്തേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ ജാതിയില്ലാത്തതും മതമില്ലാത്തതും സുഖത്തിനും സ്വർഗം എന്ന് പറയുന്നതൊക്കെ ഇവിടെ തന്നെ നമുക്കാക്കി തീർക്കാം. ഇതിനെ നരകമാക്കിയിട്ട് ഇനിയൊരു സ്വർഗത്തെ അന്വേഷിച്ച് പോകുന്നതിൽ എനിക്ക് വലിയ വിശ്വാസമില്ല, എനിക്ക് വലിയ സന്തോഷമില്ല. ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ സ്വന്തം വീടിനെ, നമ്മുടെ ഈ ലോകത്തെ, അതിനെ നരകമാക്കിയിട്ട് ഇനിയൊരു സ്വർഗം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ഈ നമ്മൾ ജനിച്ച ഈ നാടിനെ അല്ലെങ്കിൽ ഈ ലോകത്തെ നല്ല വിധത്തിൽ ഒരു സ്വർഗമാക്കി തീർക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിച്ചു വരുത്താം. അതിനിടയാകട്ടെ. ഈ സദുദ്ദേശത്തിന് എല്ലാ
ഐശ്വര്യവും അനുഗ്രഹവും ജഗദീശ്വരനായ അള്ളാഹു അല്ലെങ്കിൽ പരബ്രഹ്മം അല്ലെങ്കിൽ യഹോവ, ഗോഡ്, അങ്ങനെ പല ഭാഷയിലും പല വിധത്തിൽ പറയുന്ന, എല്ലാവർക്കും തോന്നുന്നത് എന്താണ്, അള്ളാഹു എല്ലാം വ്യത്യാസമായിട്ടല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. അതിനെ പല ഭാഷകളിൽ പല വിധത്തിൽ പറയുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിൽ അതിനെ വ്യത്യാസമായിട്ട് കാണാനൊക്കില്ല. അതൊന്നേ ഉള്ളൂ. ആ ഒന്നിനെയാണ് എല്ലാവരും പ്രകീർത്തിക്കുന്നത്. ആ പ്രകീർത്തിക്കുന്ന ദൈവം എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇതിനു വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ശക്തിയും നൽകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കൂടാതെ എത്രയോ പാവപ്പെട്ടവർ മുസ്ലിം സമുദായത്തിലുണ്ട്, ക്രിസ്തീയ സമുദായത്തിലുണ്ട്, ഹിന്ദു സമുദായത്തിലുണ്ട്, മറ്റെല്ലാ തരത്തിലുള്ള ജാതിയെ വിശ്വസിക്കാത്തവരിലുണ്ട്. അവരെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് ദൈവം തന്നിട്ടുള്ള ശക്തിയെ പ്രയോഗിക്കുന്നതിനോടൊപ്പം മറ്റ് വേണ്ടാധീനങ്ങൾക്ക് വേണ്ടി, ആയുധങ്ങൾക്ക് വേണ്ടി കോടാനുകോടി പണം അല്ലെങ്കിൽ ധനം ചെലവ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ അംശം മതി ലോകത്ത് പട്ടിണിയില്ലാതെ ആക്കാൻ. ഈ യുദ്ധം സ്വന്തം സഹോദരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനുള്ള യുദ്ധക്കോപ്പുകൾ വിറ്റഴിച്ച് സുഖിക്കുന്ന ആളുകളുണ്ടാവാം. അവർക്കിഷ്ടപ്പെട്ടെന്ന് വരില്ല. അവരോട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന തൊഴിലായിരിക്കാമെങ്കിലും അതിനെ ഒന്ന് ആലോചിച്ച് നല്ല തൊഴിൽ ചെയ്യാനുള്ള ഇടവരട്ടെ. സമാധാനം ഈ ലോകത്തുണ്ടായി. ഈ നല്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളെ ചിന്തിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു അംശം അങ്ങോട്ട് കുറച്ച് ഈ ലോകത്ത് ആയുധങ്ങളില്ലാതാകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ തീർച്ചയായിട്ടും അവിടെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം പൂർത്തിയാകുന്നത്. അവിടെ മനുഷ്യൻ ചെയ്യാവുന്ന ഏറ്റവും കടപ്പാട് അതായിരിക്കും. ആയുധങ്ങൾ അന്നെടുത്തത് മുതൽ കൊണ്ട് ഇന്ന് വരെ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതില്ലാണ്ടാകട്ടെ. അതാണ് എൻ്റെ എളിയ പ്രാർത്ഥന. നന്മ വരട്ടെ, നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ.